നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നും നമുക്ക് എന്തെങ്കിലും പുതുമ കൊണ്ടുവരുന്ന അജിത ഇന്നും ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വരവ്. ഇതെന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്ക് അജിതയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അജിത, ഇന്നിപ്പോൾ ഇത് ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എന്തോ സ്വീറ്റുള്ള സാധനമാണെന്ന് മനസ്സിലായി. ഇത് പായസമാണോ അതോ വല്ല പലഹാരമാണോ? അതൊരു പലഹാരമാണ്. കാരണം ബനാന ബോൾസ് എന്ന് പറയും. സ്വീറ്റ് ബനാന ബോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് അതിനെ വേണമെങ്കിൽ മലയാളി അരിച്ചിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ പഴം കൊണ്ടുള്ള കുഴക്കട്ട എന്നും പറയാം. സ്വീറ്റ് ബനാന ബോൾസ് ആണ് ഇതിൻ്റെ എന്താ പറയുക ഇന്നത്തെ വിഭവത്തിൻ്റെ പേര്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ ഇതിനാവശ്യമുള്ള ചേർവകൾ എന്തൊക്കെയാണെന്ന് എടുക്കാം. നേന്ത്രപ്പഴം, തേങ്ങാപ്പാൽ, ഒരു ബൗള് മൈദ, കടലമാവ്, തേങ്ങ, എള്ള് വേണം, ഏലക്ക പൊടിച്ചത്, കസ്കസ് കുറച്ച്, നെയ്യ് വേണം, ശർക്കര, വെളിച്ചെണ്ണയും വെള്ളവും. അപ്പം നമുക്ക് മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാൻ വേണ്ടി മാത്രം അല്ലേ. കഷ്ണം എത്ര അലീനല്ലേ. ഇതെവിടെ നിന്ന് കിട്ടിയതാ? നാട്ടിൽ പോയോ ഈ അടുത്ത്? കൂടെ നാട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഓരോ ഡിഷസ് കിട്ടുന്നത്. നാട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇറക്കുമതിയാണോ ഇത്? ഇതെങ്ങനെ ട്രഡീഷണലായിട്ട് അവിടെ ചെയ്യുന്നതാണോ നാട്ടിൻപുറത്തൊക്കെ? നമുക്കാരും ഉണ്ടാക്കുന്നതാണ്. ഇത് കോട്ടയം സ്പെഷ്യൽ എന്ന് പറയാൻ, നമുക്ക് കോട്ടയത്ത് സാധാരണ വീടുകളിൽ വൈകിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഒന്നാമതിപ്പോൾ വെക്കേഷൻ സമയമാകുമ്പോൾ അമ്മമാർക്ക് ജോലിയായിരിക്കും അല്ലേ. അത് മേടിച്ച് അവിടെ കാണുമല്ലോ, രണ്ടുപേരുണ്ടല്ലോ. കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് എപ്പോഴും വിശപ്പായിരിക്കും. മറ്റേത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം അറിയില്ല, ബ്രേക്ക് ടൈം വേണ്ടി കാത്തിരിക്കും. പക്ഷേ വീട്ടിലാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഫുൾ ടൈം TV ആണ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലെൻറ്റി കുറേ ആയിട്ട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കാമായിരുന്നു. ഇത് എത്ര ദിവസം ഇരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ? ഇതൊരു 2 ദിവസത്തിൽ കൂടെ. 2 ദിവസം ഇരിക്കും. ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ. ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം. ഇതൊന്ന് ശർക്കര ഒരുക്കി അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചുരണ്ടി വെച്ചത് ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കസ്കസ് അടിച്ച്. 1 സ്പൂൺ വേണം. ഇത് ഇളക്കി ഇതെങ്ങനെ ഇത് ആ പഴത്തിന് ഉള്ളിലാക്കുമോ അതോ? ഉള്ളിലാക്കാം. കൊഴുക്കട്ട തുറു വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ഏലക്കാം ചോദിക്കാൻ തുടങ്ങുമെന്ന് അപ്പോഴത്തേക്കും അവിടെ കറക്റ്റ് പറയും ചെയ്തു. എത്രയുണ്ട്? 1 നുള്ളോ അതോ? 1 സ്പൂൺ. 1 സ്പൂൺ.
1 സ്പൂൺ ഏലക്ക പൊടിച്ചത്. നമ്മൾ സാധാരണ തുറവച്ച കടക്കട്ടയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ അതുപോലെ, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ പഴം കൂടെ ചേർക്കുന്നത്, കാരണം പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇത് എത്ര നേരം ഇങ്ങനെ ചൂടാക്കണം ഈ ശർക്കരയും തേങ്ങയും? ഇത് മതി, ഇതിപ്പോൾ നല്ല സെറ്റായല്ലോ. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടി അത് നല്ല മുറുകിയിരിക്കും. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം വേണം നമുക്ക് അതിലോട്ടൊന്ന് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് മതി. പഴം വന്നിട്ട് വേണം കടലമാവ് ചേർക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ച് ഒരു 10 മിനിറ്റ് പഴം അങ്ങനെ പുഴുങ്ങാൻ വേണം. ആ സമയം കൊണ്ട് ഒരു പാനിൽ നമ്മൾ ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ എള്ള് ചൂടാക്കിയെടുത്തു. ഈ ചൂടാക്കിയെടുത്തിട്ട് ആ എള്ള് മാറ്റി വെച്ചതിന് ശേഷം ശർക്കര, ഒരു ബൗൾ ശർക്കര നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു ചുരണ്ടിയത്, അത് ചേർത്ത് ലേശം വെള്ളം കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തു. ശർക്കര ഉരുക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ 1 മുറി തേങ്ങ ചുരണ്ടി വെച്ചത് ചേർത്തു. ആ സ്ക്രേപ്ഡ് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അത് ഏകദേശം ഒന്ന് ശർക്കരയായിട്ട് ഒന്ന് നന്നായിട്ട് ഒഴുകി ചേർന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കസ്കസ് ചേർത്തു. കസ്കസ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി ഒരു മിശ്രിതം വെച്ചിട്ടുണ്ട് ശർക്കരയും തേങ്ങയും കൂടെ. ഇനി നമുക്ക് പിന്നെ ചെയ്തത് മൈദ മാവിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകിയെടുത്തു. ഒരു നല്ല ദോശ മാവിൻ്റെയൊക്കെ ഒരു പരുവം, കുറച്ച് കട്ടിക്ക് എന്നാൽ ആദ്യം ലൂസും അല്ലാത്ത രീതിയിൽ ഒന്ന് നീട്ടിയെടുത്തു. അതിൻ്റെ അകത്ത് എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചേക്കുക. എള്ളാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ എള്ളും കൂടി ചേർത്ത് റെഡിയാക്കി വെച്ചാൽ ഇനി നമ്മൾ പഴം പുഴുങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കാൻ പറ്റും.